നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇന്നും പൂനെയിൽ തന്നെയാണ്. നമ്മുടെ അൻജിയോടൊപ്പം തന്നെയാണ്, നമ്മുടെ നവീൻജിയോടൊപ്പം തന്നെയാണ്. ഇന്ന് നമ്മൾ പുതിയ ഒരു അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നാം ക്യാ ഹൈ ഭായ്? അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ആദ്യത്തെ കോള് നമ്മുടെ അൻജിയിലേക്ക് കണക്ട് ചെയ്തത് നമ്മുടെ അക്ബർജിയാണ്. അക്ബർജിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ, അദ്ദേഹം അവരെല്ലാം ഇവിടുത്തെ ക്യാച്ചർമാരാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് രാവിലെ ഒരു കോൾ ഉണ്ട്. ബാനിർ എന്ന് പറയുന്ന സ്ഥലത്ത് एक सांप है, एक सांप बड़ा वाला छोटा वाला? छोटा है बोले, छोटा वाला और देखा नहीं है ठीक से, पर्से के नीचे वगैरह जाके कुछ बैठा है. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു കോള് പുള്ളിക്ക് കിട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു ചെറിയ സ്ഥലത്ത് അത് ഒളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളതിന് സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ അൻജിയോടൊപ്പം, നമ്മുടെ നവീൻജിയോടൊപ്പം, നമ്മുടെ അക്ബർജിയോടൊപ്പം നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. नाम क्या पता था? बानेर गाँव. बानेर गाँव. सुबह सुबह में क्या होता है कि ये धूप अच्छा निकलता है, तो टाइम पे बहुत सारे स्नेक जो है वो बास्किंग के लिए बाहर आ जाते हैं, क्योंकि यहाँ का ये जो अभी धूप देख रहे हैं ना, तो उनके लिए बहुत सेहत के लिए अच्छा होता है. किती वेळ बसवलं? 9:30 आता किती वेळ झाला? मराठी है. मराठी है? 15-20 मिनट हो गए इसके. ओ, ये हमचे नाम क्या है भाई? अविनाश. कैसे है? बढ़िया सर. ओके. वो बड़ा वाला है? नॉर्मली नॉर्मली ये इसका अंदर है? हाँ, इसके अंदर क्या सब पे बोला था? कैसा है? इसके अंदर है जी, इसके अंदर है. कैसे था? डिजाइन था उसमें कुछ तो. डिजाइन. उसमें कुछ तो डिजाइन था, वो डिजाइन. हाँ ओ, डिजाइन था, इसमें कुछ मार्क था, हाँ, मार्क. वाइट कलर का. ओके. वाइट 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 डिजाइन वाला कौन सा मिलता है यहाँ? यहाँ पे मौसम मतलब उल्फ ने क्या, तो ये तो वैसे भी गुंतर रेसर का इलाका है. वुल्फ या तो गुंदर एक हाँ, इधर मिलेगा ज्यादा. क्या गुंदर से बड़ा है? वो मैक्सिमम 3 फीट. ഓക്കെ ഓക്കെ. അദ്ദേഹം പറയുന്നത് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത് ഊൾ സ്നേക്ക്, ചുവർപ്പാമ്പ് ധാരാളമുള്ള ഒരു ഏരിയയാണ്. അതും ആവാം.
പിന്നെ ഗുന്തറേസർ എന്ന് പറയുന്നൊരു വെറൈറ്റി ഒരു ഐറ്റംസ് ഉണ്ട്. നമുക്ക് നമ്മൾ എന്താ പറയുക പറഞ്ഞ കളർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചുരുട്ടപ്പാമ്പിനെ ആണോ എന്ന് അറിയില്ല, എന്തായാലും വ്യക്തമല്ല. എന്തായാലും നമുക്ക് രണ്ടാണ് ഇവർ ഇത് അനിൽജി പറയുന്നത്. ഗുന്തറേസർ എന്ന് പറയുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഊൾ സ്നേക്ക് അഥവാ ചുവർപ്പാമ്പ്. ചെറുതെന്ന് പറയുമ്പോൾ മാർക്ക് വൈറ്റ് മാർക്ക് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഡൗട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് അനിൽജി ഇവിടെ കണ്ടുല്ലോ എന്തോ അക്ബർജി. അയ്യോ ദാദാ അക്ബർജി. ദാദാ അടിപൊളി സൂപ്പർ. ഇത് എനിക്ക് തോന്നുന്നത് അടിപൊളി വെറൈറ്റി സൂപ്പർ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ കിട്ടില്ല. നവീൻജി വെറൈറ്റി ഇത് വെറൈറ്റി തന്നെ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. जी अनिल जी हिंदी का नाम क्या है? इसमें चित्रांग 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 मराठी में चित्रांग नायकुल चित्रांग नायकुल നായ്ക്കുൾ. സൂപ്പർ. ഇതിന് നമ്മൾ സത്യം പറഞ്ഞാൽ നവീൻജി കർണാടകത്തിൽ എന്താ ഇതിന്റെ പേര്? അവിടെ കർണാടകത്തില്ല ഇത്. ഇല്ല ഇല്ല ഇല്ല. വെറൈറ്റി ഇവിടെ ज्यादा मिलता है ना? ये यहाँ का रेयर स्पीशीज है, ज्यादा मिलता नहीं। रेयर स्पीशीज ये रेयर स्पीशीज साल में 3 या 4 बार मिलेगा. साल में? हाँ, 1 year में. ഓഹോ. 3 ഒരു വർഷത്തിന് 3 ഇല്ല 4 പ്രാവശ്യം കിട്ടും. അത്രേ ഉള്ളൂ. അടിപൊളി. നോക്കിയേ ഇത് നമ്മുടെ ചെറിയ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാൻഡൽ കുക്കറി പോലെ, അല്ലെങ്കിൽ കുക്കറി സ്നേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് കാറ്റ് സ്നേക്കിനെ പോലെ, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ എന്താ പറയുക മൂവരെയും ചുരുട്ടാന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നത് പോലെ. ഇത് പക്ഷേ വെറൈറ്റി. ഇത് സ്ലെൻഡർ സ്നേക്ക് പിന്നെ ഗ്രേസ്ഫുൾ very fast moving snake racer मध्य प्रदेश രാജസ്ഥാൻ महाराष्ट्र और गुजरात. അപ്പോൾ ഇവർ പറയുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല സ്പീഡിൽ പോകുന്ന ഒരു സാധനം. പക്ഷെ നല്ലതായിട്ട് കടിക്കുന്നത് കാരണം കൊണ്ട് അത് എന്താ പറയുക, ഒന്നുകിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പേടിച്ചില്ല. टोटल एक्टिविटीज डे कितना मिला है ऐसा? कितना रेस्क्यू हुआ है? 1 साल में 2 या 3 ഒരു വർഷത്തിൽ 2 3 कितने मिले आज तक मेरे कब 20-25 मैक्सिमम. അക്ബർജിക്ക് ഫസ്റ്റ് ടൈം ഓക്കെ. അപ്പോൾ നമ്മുടെ അക്ബർജിക്ക് ഇത് രണ്ടാമത്തെ കോളാണ്, രണ്ടാമത്തെ അതിഥിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തായാലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ പഠനങ്ങളിൽ എന്താ പറയുക, നമ്മുടെ ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ കടിക്കും, വെനമില്ല, നോൺ വെനമസ്. ഇപ്പോൾ അക്ബറിനെ കടിച്ചു, അനിൽജിയെ കടിച്ചു. കാട്ടാ മാർക്ക് നമ്മൾ കടിച്ചു. അപ്പോൾ വെനമില്ല ഉണ്ടോ, കടിച്ചു. പക്ഷേ ഒറ്റ മാർക്കേ ഉള്ളൂ. സാധാരണ നമ്മൾ വെനമുള്ള പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, 2 മാർക്ക് ഇത് സിംഗിൾ ബൈറ്റാണ്. പക്ഷേ അത് എന്താ പറയുക, ചിലപ്പോൾ ഒരു സൈഡ് ചരിഞ്ഞ്, വെനമില്ല എന്നാലും സൈഡ് 2 സൈഡിലും പല്ലുണ്ടാവും. സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ് കടിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ മാർക്ക്. 5 മാർക്ക് एक मार्क है. ഇതും അതല്ല, അനിൽജിയുടെ കയ്യിലും ആ ഒരു പല്ലേ കടിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത്
മിക്കവാറും അത് ഇതാ കടിക്കാനുള്ള ശ്രമമാണ്. ഇത് നമ്മൾ കടിച്ച് കാണിക്കുക, നമ്മൾ കടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളതുണ്ടല്ലോ, പക്ഷേ കടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റും. ഇത് ഇന്നതേ ഇത്രയേ ഉള്ളൂ, ഇത് കടിച്ചാലും വെനമില്ല, ഇത് നോൺ വെനമസ് ആണ്. നോക്കി കുഞ്ഞു കണ്ണ് അല്ലേ, ചെറിയ കണ്ണ്, നോക്കി കണ്ണ്. നമ്മുടെ അൻജിയോടൊപ്പമുള്ള യാത്രയിൽ, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ യാത്രയിൽ അക്ബർജിയുടെ കോളിൽ വന്ന അതിഥി ഗുന്ദർ റേസർ എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താ പറയുക നല്ല ശരവേഗത്തിൽ, അതായത് നല്ല സ്പീഡിൽ, ഫാസ്റ്റ് മൂവ്മെൻറ്റ്, നല്ല സ്പീഡിൽ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ബുള്ളറ്റ് ഷോട്ട് എന്നൊക്കെ പറയുമല്ലോ, ബുള്ളറ്റ് ഷോട്ട് എന്നൊക്കെ നമ്മുടെ IM വിജയൻ സാറിൻ്റെ മലയാളത്തിൽ, നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ IM വിജയൻ സാറിൻ്റെ ഫുട്ബോളൊക്കെ ഇപ്പം നമ്മളൊക്കെ പറയും ബുള്ളറ്റ് ഷോട്ട് എന്ന് പറയും. അതിൽ ബുള്ളറ്റ് പോലെ അല്ലെങ്കിൽ തോക്കിൻ്റെ ബുള്ളറ്റ് പോലെയൊക്കെ പോകുന്ന നല്ല സ്പീഡിൽ പോകുന്ന അതിഥിയാണ്. ഇത് ഏകദേശം ഒരു 2.5 feet അല്ലേ ഭായ്? 2.5 feet ഫുൾ ലെങ്ത്, ഫുൾ ലെങ്ത് 4 feet है, फुल लेंथ मैक्सिमम. हैबिटेट कौन सा है? हैबिटेट जैसे भी आप देख रहे हो, हाँ, इसमें पत्थर वगैरह पड़ा है. पत्थर हाँ, वो पत्थर के पूरी नीचे मैक्सिमम कूल प्लेस है ना? कूल प्लेस. पूरा, हाँ पूरा कूल प्लेस. गर्मी में नहीं रखता है क्या? गर्मी में भी रहता है, ऐसा नहीं कि गर्मी, बट खेती एरिया के सामने जो भी छोटा छोटा पहाड़ है, तो उसके इलाके में ये मिलता है. ഓ ഒരു ठंडा प्लेस थोड़ा. തണ്ട പ്ലേസ്. ഓ ഒരു തണുത്ത പ്രദേശം. അതുപോലെ വീട്ടിനകത്ത് കാണാറുണ്ട്. പിന്നെ അതുപോലെ അടുത്തൊക്കെ ചെറിയ നനവൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ചെറിയ കൃഷി സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ചെറിയ ഓസ് കണക്ട് ചെയ്യാൻ പോയ സമയത്താണ് എന്തോ ഒരു സാധനം പെട്ടെന്ന് എഴിഞ്ഞു പോയി. അവിടെ കയറിയ ഉടനെ അക്ബർജിയെ വിളിക്കുക, അക്ബർജി ഉടനെ അൻജിയെ വിളിക്കുകയും, അൻജി ഉടനെ നവീൻജിയെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്ത് ഈ സ്ഥലത്തെത്തി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടാത്തൊന്നും ഒരു എന്താ പറയുക പാവം ഇപ്പം തന്നെ ഇരിക്കുക. നോക്കി, ഇത് ചിത്രാങ്കൻ, ഇത് പടം വരച്ചതുപോലെ, നോക്കൂ, പടം വരച്ചതുപോലെയുള്ള ഒരു എന്താ പറയുക വരച്ചു വെച്ചതുപോലുള്ളൊരു ഇതാണ് കാണുന്നത്. നമുക്ക് പകുതി വരെ ഈ മാർക്ക് തെളിഞ്ഞിട്ടുള്ളൂ, വാലിനോട് മാർക്ക് തെളിഞ്ഞിട്ടില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഇതിനെ കണ്ടപ്പോൾ തോന്നിയത്, ആദ്യം തോന്നിയെന്ന് വെച്ചാൽ ഇത് ഫോറസ്റ്റ് ക്യാറ്റ് സ്നേക്ക്, നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റ് ക്യാറ്റ് സ്നേക്കിൻ്റെ അതേ ഒരു പാറ്റേൺ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ചുവർപ്പാമ്പിൻ്റെ ഒരു പാറ്റേൺ, ചുവർപ്പാമ്പിന് ഇങ്ങനെ അല്ലെങ്കിലും കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ ഈ മാഞ്ഞ് വരുന്ന വൂൾഫ് സ്നേക്കിൻ്റെ ഒരു ഡിസൈൻ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ എന്തായാലും അതൊന്നും അല്ല. ഇത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന, നമുക്ക് അപൂർവം ആയിട്ട് കണ്ടിട്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. എൻ്റെ 37 വർഷത്തെ സർവീസിൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണിൽ പെട്ടില്ലെന്ന് പറഞ്ഞ് ഇല്ല നമുക്ക് പറയാൻ പറ്റുകയില്ല. വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. 2 പ്രാവശ്യം ഇവിടെ അക്ബറിനെയും കടിച്ചു, നമ്മുടെ അൻജിയും കടിച്ചായിരുന്നു. അൻജിയുടെ കയ്യിലും കടിച്ചിട്ടുണ്ട്, അക്ബർജിയുടെ കയ്യിലും കടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരു കടി ഉണ്ടായിരുന്നു, പക്ഷേ അത് കണ്ടില്ല. എൻ്റെ കയ്യിൽ കണ്ട് അറിയാൻ പറ്റില്ല, തൊലി കട്ടിയുള്ളതായിട്ട്. ഇപ്പോൾ ഇവർക്കൊക്കെയാണ് പെട്ടെന്ന് ബൈറ്റ് അറിയാൻ പറ്റും. ഇതൊക്കെ നല്ല വെളുത്ത തൊലിയായതുകൊണ്ട് പെട്ടെന്ന് അത് ബൈറ്റ് അറിയാൻ പറ്റും. അൻജിയുടെ കയ്യിലും അത് ബൈറ്റ് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് കടിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കടിക്കുന്നത് എന്താണെന്ന് അറിയാം. എൻ്റെ കൈ കണ്ടില്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഭാരതത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. ബാക്കിയായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ കർണാടകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഒരിടത്തും വായിക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അതിഥിയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അക്ബർജിയുടെ കയ്യിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അതിഥി. വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. എന്നാൽ കണ്ടാൽ ചിലപ്പോൾ ഇതിന് കുക്കറി സ്നേക്കിനെ പോലെ ഒരു ഡിസൈൻ ഇതിൻ്റെ ദേഹത്തുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന പല അതിഥികളുടെയും കളർ ഇതിൻ്റെ ദേഹത്ത് മാർക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇത് ചുവർപ്പാമ്പാവാം, ചിലപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കൊല്ലുമായിരിക്കും. ചുവർപ്പാമ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീടിനകത്തൊക്കെ ചെന്നപ്പോൾ ആളുകൾ തല്ലിക്കൊല്ലുന്നത് ദൂരേക്കളയാം. അപ്പോൾ അത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല, കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് എന്തായാലും സൂപ്പറായിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക വി ഷേപ്പിലുള്ള മാർക്ക് തലയിൽ വി ഷേപ്പ് മാർക്കുണ്ട്. അതുപോലെ 3 ലൈൻ കുറുകയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് എന്താ പറയുക ശംഖ് പോലെ, ഇപ്പം നമുക്കറിയാം നടുക്ക് വീതി കൂടിയിട്ട് സൈഡിലേക്ക് ചുറ്റി വീതി കുറഞ്ഞ് പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ ശംഖ് മാർക്ക് എന്നറിയപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ബാൻഡൽ കുക്കറി എന്നറിയപ്പെടുന്നത്. എന്നാൽ അത് ബ്രൗണിൽ ബ്ലാക്ക് ആണ്. ഇത് പക്ഷേ അൻജി ഒന്നുകൂടെ ഇതിൻ്റെ പേരുകളൊന്ന് പറയാമോ? ഹിന്ദി മറാഠി ഒന്നുകൂടെ.
मराठी चित्रांग नायकुल ചിത്രാംഗ് നായ്ക്കുൾ मराठी ना മറാഠി ചിത്രാംഗ് നായ്ക്കുൾ चित्रांग नायकुल इंग्लिश में स्लेंडर रेस സ്ലെൻഡർ റൈസ് സ്നേക്ക് സ്ലെൻഡർ റൈസ് സ്നേക്ക് हाँ हिंदी नाम है चित्रांग ചിത്രാംഗ് ഇതിപ്പോൾ കാട്ടാ അതാ കടിക്കുന്ന കടിക്കുന്ന നന്നായിട്ട് കടിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കടിക്കുന്നില്ല. പക്ഷേ എന്തായാലും അക്ബർജിയെ കടിക്കുന്നുണ്ട്, അഞ്ചിയെ കടിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കടിക്കുന്നു. നമ്മൾ ഇവർ രണ്ടുപേരും മഹാരാഷ്ട്ര പൂനെക്കാരായതുകൊണ്ടായിരിക്കും അവരെ കടിക്കുന്നത്. നമ്മൾ കേരളത്തിലാണ് നമ്മളെ കടിക്കാത്തത്. നമ്മുടെ നമ്മുടെ നവീൻജിയും കടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വേറെ സ്റ്റേറ്റ് സംസ്ഥാനക്കാരെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും എന്തായാലും പൂനെക്കാരായതുകൊണ്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ നാട്ടുകാരനല്ല, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം കടിക്കുന്നത്. और भी रेस पीसेस कौन सी हैं यहाँ? यहाँ पे स्मूथ स्नेक बहुत ही रेयरली मिलता है। स्मूथ स्नेक वो रेयर में मिलता है, क्योंकि वहाँ पे अगर कॉल हुआ तो 2 साल में एक बार भी होता है। 2 साल तो में स्मूथ स्नेक है वो भी बहुत रेयर स्पीसीज यहाँ का। कितना टाइम कैचिंग? कैचिंग अभी सेकंड सेकंड 2 ही टाइम हुआ क्या? वो वेनमस है क्या? नहीं, नॉन वेनमस है। उसका भी मैक्सिमम लेंथ 2-2.5 फीट का ही बढ़ेगा, ज्यादा बड़ा बढ़ता नहीं वो। दूसरा वाला ब्राउन वाइन वाइन स्नेक ब्राउन സഹ്യാദ്രി വൈൻ. അതായത് ഗ്രീൻ അത് ഗ്രീൻ വൈൻസ് ഉണ്ടാവല്ലേ, അത് പിന്നെ ബ്രൗൺ. റയർ സ്പീഷീസ് रेयर स्पीसीज है। आप रेस्क्यू होएगा? हाँ, मुझे खाली आज तक 2 बार रेस्क्यू हुआ है। 2 बार सेकंड രണ്ടേ പ്രാവശ്യം കിട്ടി. ഇത്രയും ഈ 23 വർഷത്തെ സർവീസിനിടയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടല്ല, ഇപ്പോൾ ഇവിടെ തന്നെ അനിൽജിക്ക് ആ 23 വർഷത്തെ സർവീസിനിടയിൽ തന്നെ 2 പ്രാവശ്യം കിട്ടും. പക്ഷേ 37 വർഷത്തെ സർവീസ് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെയോ അവിടെ ഉണ്ട്. കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയിട്ടുണ്ട്. നവീൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അക്ബർജി കിട്ടിയിട്ടുണ്ടോ? അക്ബർജി ब्राउन वाइन स्नेक नहीं है. ओके, दूसरा वाला वेराइटी ഏതാ? Yellow spotted. യെല്ലോ സ്പോട്ടഡ് ഇവിടെ വേറെ ആണോ? कितने रेस्क्यू है? 3 ही. അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഈ കുഞ്ഞൻ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെയും ഈ കയ്യിലിരിക്കുന്ന ഞങ്ങളുടെ 5 പേരുടെയും നന്ദി. നമസ്തേ.